സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് എഴുതി കിട്ടിയ ഏതാനും ചില ചോദ്യങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്, ആഭരണങ്ങൾ ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ശരീരത്തിൽ ദ്വാരമുണ്ടാക്കി ആഭരണം അണിയാൻ പാടുണ്ടോ? അങ്ങനെയാണെങ്കിൽ മൂക്കുകുത്തൽ, കമ്മലിടലൊക്കെ പാടുണ്ടോ? കണ്ണെഴുത്തിലെ ഇസ്ലാമിക നിയമം എന്താണ്? അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് ശരീരത്തിൽ ഉപയോഗിക്കുന്നതിലെ നിയമം എന്താണ്? ചായപ്പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന മൈലാഞ്ചി നഖത്തിലിടുന്നതിന് കുഴപ്പമുണ്ടോ? നമസ്കാരം ശരിയാകുമോ? സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് ചോദ്യം. നേരത്തെ മുടി കളർ ചെയ്യുന്നതുമൊക്കെ ബന്ധപ്പെട്ട് പറഞ്ഞില്ലേ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ അവർക്ക് അനുവദനീയമാണ്. അത് കണ്ണെഴുതലായാലും മൈലാഞ്ചിടലായാലും മറ്റു വർണ്ണങ്ങൾ ചാർത്തലായാലും അത് അവർക്ക് അനുവദനീയമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതെന്താവണം? അത് മതം പറഞ്ഞ ചട്ടക്കൂട്ടിനുള്ളിൽ മറ്റുള്ളവരെ, ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞു, ചില സ്ത്രീകൾ അവർ നിരത്തിലിറങ്ങിയാൽ മറ്റുള്ളവരെ വശീകരിച്ചും മറ്റുള്ളവരിലേക്ക് വശീകൃതരായും അവരുടെ ഡ്രസ് കോഡും അതേപോലെ അവരുടെ ചലനങ്ങളും അവരുടെ ഭാഷ്യം ആ രീതിയിലാവരുത്. ദീൻ അനുവദിച്ചത് ആർക്കും വിലക്കാൻ അവകാശമല്ല. ഇതൊക്കെ ദീൻ അനുവദിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച കാലഘട്ടത്തിൽ അവർ ഈ വർണ്ണ ചായങ്ങൾ ഉപയോഗിച്ചിരുന്നു. പക്ഷേ മതപരമായ ചിട്ടകൾ അവർ പാലിക്കുകയും ചെയ്തിരുന്നു. ഒരു സ്ത്രീ സുഗന്ധം ഉപയോഗിച്ചു പള്ളിയിലേക്ക് പുറപ്പെട്ടു. അവരുടെ സുഗന്ധം അന്യർ വായിക്കും വിധമായിരുന്നു അവരുടെ പോക്ക്. എവിടേക്കാ പോകുന്നതെന്ന് ചോദിച്ചു. പള്ളിയിലേക്കെന്ന് പറഞ്ഞു. അവിടെ സഹാബി വര്യൻ അബൂ ഹുറൈറ ഇടപെട്ടു. അല്ലേ, എന്താ പറഞ്ഞത്? കുളിച്ച് മണം പോക്കി വരാൻ പറഞ്ഞ്. മറ്റുള്ളവർ വായിക്കാനാവരുത് നമ്മൾ പുരട്ടുന്ന ചായങ്ങൾ ചമയങ്ങൾ എന്നുള്ളതാണ്. പുറത്തു പോകുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വാസനിക്കും വിധം മറ്റുള്ളവർ തൻ്റെ വാസന അനുഭവിക്കും വിധമുള്ളതായ വാസനാദ്രവ്യങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതിൻ്റെ അർത്ഥം സുഗന്ധം തീരെ സ്ത്രീക്ക് പാടുള്ളതല്ല എന്നല്ല. പിന്നെയോ അവർക്ക് അവരുടെ സ്വകാര്യതയിൽ അറയിൽ ആകാവുന്നതാണ്. പുറത്തു പോകുമ്പോൾ മറ്റുള്ളവർ പരപുരുഷന്മാർ വായിക്കാത്ത വിധമുള്ളതായ ചമയങ്ങളാണ് എങ്കിലാകാവുന്നതാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു എന്നതിൻ്റെ അടയാളം അദ്ദേഹത്തിൽ കണ്ടത് ഇണയുടെ മേത്ത് മുഖത്തൊക്കെ അവർ പുരട്ടിയിരുന്നതായ ചായങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ശരീരത്തിൽ കണ്ടു എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് അത് അനുവദനീയമാണ്. പക്ഷേ അത് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ വിശ്വാസിനികൾ അത് നമുക്ക് പരലോകത്തെ നിത്യസുഖവും നിത്യസ്വർഗവും നിഷിദ്ധമാക്കാത്ത വിധമുള്ള ഒതുക്കത്തിലും അടക്കത്തിലുമായിരിക്കണം എന്നുള്ളതാണ്. ഒരു സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളുടെ ഉപയോഗം അതൊരു ട്രെൻഡായി. പിന്നെ അതൊരു ഒരാൾ ഒരു ബാർബർ ഷാപ്പ് തുടങ്ങിയൊരു കഥ ഉണ്ട്. ബാർബർ ഷാപ്പ് തുടങ്ങി അയാളിങ്ങനെ ഇരിക്കുക എന്നല്ലാതെ ഒരു മനുഷ്യൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂലാണ്ട് വരൂല്ല. അവസാനം അത് പൂട്ടേണ്ട ഗതി വന്ന്. അപ്പോൾ ഒരു വിരുദ്ധം പറഞ്ഞ് നിങ്ങൾ പേടിക്കണ്ട, ഇനി ഞാൻ നിങ്ങൾക്ക് ആളുണ്ടാക്കി തരാറിന്. മുബരെന്ത് ചെയ്ത് ബാർബർ ഷോപ്പ് എന്നുള്ള ആ ബോർഡ് മാറ്റി രാത്രി ബ്യൂട്ടി പാർലർ എന്നാക്കി. പിന്നെ ഉണ്ട് അവിടെ ആളുടെ നിര, ഭയങ്കര ആളാണ്. കാരണം എന്താ, ആ രീതിയിൽ ആളുകൾ പിന്നെ വരി നിൽക്കുന്ന ഒരു അവസ്ഥ ഇത്തരം കേന്ദ്രങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അത് എന്തിനു വേണ്ടി എന്നുള്ളത് ഇവിടെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം നമുക്കൊരിക്കലും പരലോകം നഷ്ടമാകാത്ത രീതിയിലായിരിക്കണം ഈ ചമൽക്കാരങ്ങളുടെ ഉപയോഗം എന്നുള്ളതാണ്. ശരീരം തുളച്ച അവയവങ്ങൾ ധരിക്കുക എന്ന് പറഞ്ഞാൽ കമ്മലിടുക, മൂക്ക് കുത്തുക പോലുള്ളതാണ്. ഒരു സ്ത്രീക്ക് കമ്മലിടാൻ അത് കാത് തുളച്ചല്ലേ, അതേപോലെ മൂക്ക് കുത്താൻ
ഇളവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകളോട് പ്രസംഗിച്ച ഒരു സന്ദർഭം സഹാബി റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്ത്രീകൾ അവരുടെ കാതിൽ നിന്ന് കമ്മലൂരി ദാനം ചെയ്തത് ഹദീസിൽ കാണാം. ദീനിൽ ഇളവുള്ളത് കൊണ്ടും അനുവദനീയമായതുകൊണ്ടാണ് അന്ന് സ്ത്രീകൾ കമ്മലിട്ടത്. അപ്പോൾ ശരീരാവയവങ്ങളെ തുളച്ച് ഒരു ആഭരണം ധരിക്കൽ അത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് കാതിൽ ധരിക്കുന്നതിൻ്റെയും മൂക്കിൽ ധരിക്കുന്നതിൻ്റെയൊക്കെ വിഷയത്തിലുള്ളത് അനുവദനീയമാണ് എന്നുള്ളതാണ്. മൈലാഞ്ചി ചായപ്പൊടി കൊണ്ട് മൈലാഞ്ചി ഉണ്ടാക്കിയാൽ അതിടുന്നതിൻ്റെ വിധിയാണ്. നമ്മൾ നഖത്തിൽ മൈലാഞ്ചി ഇടാറുണ്ട് സ്ത്രീകൾ. അതൊരിക്കലും ഉളുവിനെ അസാധുവാക്കൂല. കാരണം എന്താ, ഉളുവിൻ്റെ അവയവത്തിലേക്ക് വെള്ളം തട്ടുന്നതിന് അത് തടസ്സമല്ല മൈലാഞ്ചിടൽ. അതുപോലെയാണോ ചായപ്പൊടി കൊണ്ടുള്ള മൈലാഞ്ചി? അങ്ങനെയാണെന്നാണ് വിചാരിക്കുന്നത്. അതൊരു കവറല്ലല്ലോ, പിന്നെ വർണ്ണം ഇറങ്ങലാണ് അല്ലേ? ആ നിലക്കാണ് എങ്കിൽ അതിൽ പ്രശ്നമല്ല. എന്നാൽ ടൂടെക്സ് പോലെ അതൊരു കവറാണ്, അങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും. കവർ ചെയ്തിട്ടുള്ള അവസ്ഥയാണ് എങ്കിൽ പറ്റൂല. കാരണം എന്താ, ഉളുവിൻ്റെ വെള്ളം തട്ടേണ്ട സ്ഥലമാണ് നഖമൊക്കെ. ആ നഖത്തെ കവർ ചെയ്തുകൊണ്ട് ടൂടെക്സ് പോലെയുള്ളതാണ് എങ്കിൽ ഉളു ശരിയാവില്ല. അത് ആ കവർ നീക്കണം. ഒരാൾക്ക് മൈലാഞ്ചി ചായപ്പൊടി കൊണ്ടുണ്ടാക്കിയ മൈലാഞ്ചി അനുവദനീയാണ്, അതവർക്ക് ഇടാം. പക്ഷേ അതെടുത്ത് ഒന്നു ചെയ്തത് ശരിയാണോ അല്ലേ? ഞാനിവിടെ പറയുമ്പോൾ അതേപോലെ അവിടുന്ന് ഇങ്ങോട്ട് പറയണേ, എനിക്കറിയില്ല എക്കോ ആണോ എന്ന്. ഞാൻ പറയുന്നതിൻ്റെ എക്കോ ആണോ എന്ന് അറിയില്ല, കാരണം സ്വരത്തിലൊരു വ്യത്യാസമുണ്ട്. അതോ ഇനി എന്നെ സഹായിക്കുകയാണെന്നുള്ളത് അറിയില്ല. ബാക്കിലേക്ക് അങ്ങോട്ട് കേൾക്കാത്തത് കൊണ്ട് വഴിയിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ഉണ്ടല്ലോ. ഹറമിലൊക്കെ എങ്ങനെയാണ്, നിസ്കരിക്കുമ്പോൾ ഇമാം അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ബാക്കിൽ നിന്നൊരു ഒരാൾ ചെയ്യും അള്ളാഹു അക്ബർ എന്നാണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ സംഘാടകർ അതിനുള്ളൊരു സംവിധാനം ഒരുക്കണം, ബാക്കിൽ കൂടി കേൾക്കാൻ. അപ്പോൾ ടൂടെക്സ് പോലെ നഖം കവർ ചെയ്തിട്ടാണ് എങ്കിൽ ഉദു ശരിയാവില്ല. മനസ്സിലായി? അത് ആ മൈലാഞ്ചിയുടെ പ്രത്യേകത എന്ത് എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് അതിൽ പറയാനുള്ളത്. അല്ലാഹു ആലം.